വൈകിയാണെങ്കിലും എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് റോഡിലേക്ക് നോക്കുമ്പോൾ പോകുന്ന ഏകദേശം 3/4% വാഹനത്തിൻ്റെയും മുകളിൽ ത്രിവർണ്ണ പതാകയുണ്ടായിരുന്നു. അത് കണ്ടപാടെ എനിക്കും തോന്നിയ ഒരാഗ്രഹം, ഫ്ലാഗ് പിടിച്ചൊന്ന് കുറച്ച് ദൂരം പോകണമെന്ന്. പിന്നെ എന്ത് ചോദിച്ചാലും നോ പറയാത്തൊരു അനിയത്തി ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പോവാൻ ചോദിച്ചു, ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ ആയിട്ട് എവിടെയെങ്കിലും ഇത്തിരി പായസം കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം സഞ്ചരിച്ചു. പക്ഷേ ഫലം ഉണ്ടായില്ല. പായസം വെച്ച സ്ഥലത്തെ പായസമൊക്കെ തീർന്നു പോയി. പിന്നെ ചില സ്ഥലത്ത് വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ ടോട്ടൽ നിരാശയായിരുന്നു ഫലം. എന്നാലും ശുഭപ്രതീക്ഷ കൈവിടാതെ ഞാനും അനിയത്തിയും കൂടി കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കാൻ തീരുമാനിച്ചു. നമുക്ക് വെച്ചത് അവിടെ തന്നെ ഉണ്ടാവും, ദൈവം വേറെ ആർക്കും കൊടുക്കൂല എന്നുള്ളത് സത്യമെന്ന് പറഞ്ഞുള്ള പോലെയായിരുന്നു നമ്മളവസ്ഥ. ഇത്രയും സ്ഥലത്ത് തോറ്റ നമുക്ക് അതാ ലാസ്റ്റ് കിട്ടി മക്കളെ, നമുക്കും കിട്ടി പായസം. ഓടിച്ചോടിച്ച് അവശനായി ഒരു ഗ്ലാസ് പായസത്തെ ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഒരു ഗ്ലാസ് പായസം വീട്ടിൽ നിന്ന് വെച്ച് കുടിച്ചാൽ പോരേന്ന്. അത് ശരിയാണ്, നിങ്ങളെ ചിന്തയെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേങ്കിൽ ഇങ്ങനെ പോയിട്ട് കിട്ടിയിട്ട് കുടിക്കുന്ന ഒരു പായസം അത് പ്രത്യേകതരം ഒരു ഫീലല്ലേ. എന്നെ സംബന്ധിച്ച് ഒരു പ്രത്യേകതരം ഒരു സന്തോഷം അങ്ങനെ കിട്ടി. 2 ഗ്ലാസ് പാൽപ്പായസം അത് ചൂടോടെ വഴിയരികുന്നതിനെ ഞങ്ങൾ കുടിച്ചു. പിന്നെ ഈച്ചുവിൻ്റെ അടുക്ക വന്ന് ഒരു ഫ്ലാഗ് കൊടുത്തു. അങ്ങനെ ഈച്ചുവിനെ ഇച്ചിരി ഒന്ന് സന്തോഷിപ്പിച്ചു.